പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി ചെറിയ തോതിൽ തുടങ്ങി ഇപ്പോൾ കടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി ഇന്ത്യയുടെ ജലബോംബ് ഏതാണ്ട് ഏറ്റിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ഝലം നദിയിലേക്ക് ഇന്ത്യയിലെ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത് അവരുടെ മുസാഫറാബാദിന് സമീപം ജലനിരപ്പ് കുത്തനെ ഉയർത്തി. തുടർന്ന് ഹത്യാൻബാല മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പള്ളികളിലൂടെയും പ്രാദേശിക ചാനലുകളിലൂടെയും അറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. 1960-ലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് തടയുന്നതിനും തുറന്നുവിടുന്നതിനും മുൻകൂട്ടി അറിയിക്കണമെന്നുള്ള നിബന്ധന ഇതോടെ ഇല്ലാതായല്ലോ. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിപ്പോയി. കരാർ റദ്ദായതോടെ നദിയിലെ ജലം തടഞ്ഞു വയ്ക്കുമെന്നാണ് അവർ കരുതിയത്. ഇന്ത്യയുടെ ഈ നടപടി POKയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളെയും ബാധിക്കും. അതിൽ തന്നെ മുസഫറാബാദ്, ഹത്യാൻബാല ഡിസ്ട്രിക്ട്, ഗാരി ദുപ്പട്ട, മാജോയ്, ചാക്കോത്തി മേഖലകളെ വളരെ മോശമായ രീതിയിൽ ഇത് ബാധിക്കും. 2018-ലെ കേരളത്തിലെ വെള്ളപ്പൊക്കം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത നമ്മളോട് ആരും പറഞ്ഞു തരികയും വേണ്ട. പാകിസ്ഥാനിലെ തന്നെ ദുനിയ ന്യൂസ് ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വെള്ളം നദിയിലൂടെ കുതിച്ചൊഴുകുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. പഹൽഗാമിലെ ഈ ആക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മണ്ടൻ തീരുമാനമാണ്. പ്രത്യേകിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ തകർന്നിരിക്കുകയാണ്. അതിനു പുറമെയാണ് തീവ്രവാദികളുടെ ശല്യവും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കാരണക്കാരും പാകിസ്ഥാൻ തന്നെയാണ്. തീവ്രവാദികൾക്ക് പണവും ആയുധവും കൊടുക്കുന്നതിന് പുറമെ അവർക്കുള്ള പരിശീലനം നൽകുന്നതും പാകിസ്ഥാൻ ആർമി തന്നെയാണ്. ആർമിയുടെ മേൽ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിന് ഒരു സ്വാധീനവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ പട്ടാളം തന്നെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാറുമുണ്ട്. പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ, ബാൾട്ടിസ്ഥാൻ, POK എന്നിവിടങ്ങളിൽ പ്രത്യേകം ഗവൺമെൻറ്റും പ്രത്യേകം പട്ടാളവും ഒക്കെ ഉണ്ട്. ഈ മേഖലകളൊന്നും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയോ ആർമിയുടെ നിയന്ത്രണത്തിലല്ല. പലപ്പോഴും പാകിസ്ഥാൻ ആർമിയുമായി ഇവർ ഏറ്റുമുട്ടാറുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് അതിരുകവിഞ്ഞ് ചൈനയുടെ സ്വാധീനവും. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പാകിസ്ഥാൻ ആകെ തകർന്നിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണവും. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ മറ്റൊരു സ്ഫോടന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് ബലൂചിസ്ഥാനിൽ നിന്നാണ്. ഇതിനു പിന്നിൽ തീവ്രവാദികളാണോ അതോ ബലൂജ് ആർമി തന്നെയാണോ എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടാൻ പ്രധാന കാരണം നമ്മുടെ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അവിടെയുണ്ടായ പുരോഗതിയാണ്. ഇതിനെ പാകിസ്ഥാനികൾ ആദ്യം എതിർത്തിരുന്നെങ്കിലും അവിടെയുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ട പാകിസ്ഥാനികൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് നേരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന പാകിസ്ഥാനികളെ ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള മാറ്റത്തെക്കുറിച്ചുമൊക്കെ വലിയ പ്രസംഗം നടത്തിയത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഒത്തൊരുമിപ്പിച്ച് നിർത്തുന്ന ആ പഴയ തന്ത്രം തന്നെ. നമ്മുടെ കാശ്മീരിലെ സ്ഥിരതയും പുരോഗതിയും നശിപ്പിക്കുക എന്ന് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഉദ്ദേശം. എങ്കിൽ മാത്രമേ പാകിസ്ഥാനിലെ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം നിൽക്കൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് ശരിക്കും പണി കിട്ടി. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് സമാധാനം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പല വെല്ലുവിളികളും പ്രകോപനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇത് അവരുടെ അവസാനമാണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.